ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഉപ്പുമാവുമായിട്ടാണ്. ഉപ്പുമാവ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെങ്കിലും ആദ്യമായിട്ടുണ്ടാക്കുന്ന സഹോദരങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമാകും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനിയും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു കപ്പ് റവ, ഒരു മീഡിയം സൈസ് സവോള ചെറുതായി കൊത്തി അരിഞ്ഞെടുത്തിട്ടുള്ളത്, ഒരു പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് കറിവേപ്പില, മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞിട്ടുള്ളത്, അരമുറി തേങ്ങ, പിന്നെ 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/4 ടീസ്പൂൺ കടുക്, ഒരു ഉണക്കമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളത്, ഉപ്പ് ആവശ്യത്തിന്. ഓക്കെ, നമ്മുടെ പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന റവ ഒന്നും കൂടി ചൂടാക്കി എടുക്കാം. നമ്മൾ വറുത്ത റവ ആയിരിക്കാം നമ്മുടെ കയ്യിലുള്ളത്, എന്നാലും നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് മുൻപ് അതൊന്നും കൂടെ ചൂടാക്കി എടുക്കുന്നത് കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് റവ ഒന്ന് ചൂടാക്കി എടുത്ത് ഒന്ന് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒന്നില്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകും ഉഴുന്നുപരിപ്പും ഇട്ട് കൊടുക്കുക. ഉഴുന്നുപരിപ്പ് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മുളകിട്ട് ഒന്ന് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും സവോളയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്ക് സവോള പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റും ഒന്ന് ജസ്റ്റ് ചെറുതായി വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാപ്പൊടി ഇട്ട് കൊടുക്കണം. ഓക്കെ, ക്യാരറ്റിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒരു 1-1.5 മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ 1 ഗ്ലാസ് റവയാണ് എടുത്തിരുന്നത്, അപ്പോൾ 1 ഗ്ലാസ് റവയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നാണ് കറക്റ്റായിട്ടുള്ള അളവ്. നമ്മൾ ആ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം തിളയ്ക്കുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടി ഇട്ട് കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് അതിൻ്റെ ഉപ്പ് ഒന്ന് കറക്റ്റായിട്ട് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് ഉപ്പ് കറക്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, റവ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെള്ളവും റവയൊക്കെ കൂട്ടി യോജിക്കുന്നോടം വരെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നല്ലതുപോലെ അതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം തടിവശമൊക്കെ നല്ലതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു 2-3 മിനിറ്റ് നമുക്കിന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ തീ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താലും മതി. അതിൽ നമ്മുടെ അടുപ്പിന് നല്ല ചൂടുണ്ടായിരിക്കും ഇപ്പോൾ. അപ്പോൾ നമുക്കത് ഫയർ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷമാണ് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം.
നമുക്കിപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ ആവി വരുന്നത് കാണുന്നുണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ റവയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒരു തവി കൊണ്ട് നല്ലതുപോലെ ഇളക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിലർ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ക്യാരറ്റ് ഇടുമ്പോൾ തന്നെ നമുക്കൊരു നല്ല കളർ കിട്ടുന്നുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്